ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു മാന്ത്രിക പേന ലഭിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ പേനയ്ക്ക് അസ്തിത്വത്തിലേക്ക് എന്തും എഴുതാൻ കഴിയും. അവന്റെ സ്വപ്നങ്ങൾ, അവന്റെ ഭാവി, അവന്റെ ഭയം പോലും മായ്ച്ചുകളയാം. ആദ്യം അവൻ ആവേശഭരിതനായി സമ്പത്തിന്റെയും വിജയത്തിന്റെയും ആഗ്രഹങ്ങൾ എഴുതി. എന്നാൽ കാലക്രമേണ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുമ്പോൾ അയാൾ ശൂന്യനായി. ഉത്തരം തേടി അവൻ എന്റെ അടുത്തു വന്ന് ചോദിച്ചു, എന്തിനാണ് ഈ പേന എനിക്ക് വേണ്ടതെല്ലാം തരുന്നത്, എന്നിട്ട് എന്നെ നിറവേറ്റാതെ വിടുന്നത്? നിങ്ങൾ കാണുന്നു, ഈ പേനയുടെ യഥാർത്ഥ ശക്തി ആഗ്രഹങ്ങൾ നൽകുന്നതിൽ അല്ല, നാം ഇതിനകം ആരാണെന്ന് കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കുന്നു. ജീവിതത്തിൽ നാം എല്ലാവരും ഒരു മാന്ത്രിക പേന പിടിക്കുന്നു, നമ്മുടെ കൈകളിലല്ല, മറിച്ച് നമ്മുടെ മനസ്സിലാണ്. ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിന്റെ കഥ രൂപപ്പെടുത്തുന്ന ആ തൂലികയുടെ അടിയാണ്. എന്നാൽ സ്വയം ചോദിക്കുക, നിങ്ങൾ ബോധപൂർവമാണോ എഴുതുന്നത്, അതോ നിങ്ങൾക്കായി എഴുതാൻ ലോകത്തെ അനുവദിക്കണോ? നിവൃത്തിയുടെ താക്കോൽ കൂടുതൽ എഴുതുകയോ മറ്റുള്ളവർ അഭിനന്ദിക്കുന്നതിനെ പിന്തുടരുകയോ അല്ല, അത് എഡിറ്റിംഗിലാണ്. നിങ്ങളുടെ കഥ നോക്കൂ. ഏതൊക്കെ അധ്യായങ്ങളാണ് ഇനി നിങ്ങളെ സേവിക്കാത്തത്? ഉദ്ദേശ്യത്തോടെ അവ വീണ്ടും എഴുതൂ. വിധിയെ ദയോടെ മാറ്റിസ്ഥാപിക്കുക. ധൈര്യത്തോടെ ഭയം, വിശ്വാസം കൊണ്ട് സംശയം. ഓർക്കുക, നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ വാക്കുകൾ ഇതാണ്: ഞാൻ മതി.